ഇവൻ്റെ പ്രധാന മൈലേജ് തന്നെയാണ്. അത് മൈലേജിൻ്റെ കാര്യത്തിൽ ഇവനെ തോപ്പിക്കാൻ വേറെ ആരും തന്നെ ഇല്ല. ഹലോ റെപ്സോലിയ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ള ബൈക്കിനെ ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ലല്ലോ. അതേ ഗൈസ്, ഇന്ന് എൻ്റെ കൂടെ ഉള്ളതാണ് ഹീറോയുടെ സ്പ്ലെൻഡർ പ്ലസ്. അതായത് 1994 ഹീറോ ഹോണ്ട CD100 ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ സക്സസറായിട്ട് വന്നു. പിന്നെ ഒരു ലെജൻഡറി ബൈക്കായിട്ട് മാറിയ ഹീറോയുടെ സ്പ്ലെൻഡർ പ്ലസ് ആണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. ആൾക്കാരെല്ലാവരും ഇതിനെ ലോർഡ് സ്പ്ലെൻഡർ എന്നാണ് പറയുന്നത്. അന്നിറങ്ങിയ ബൈക്കിന് ഡിസൈൻ വൈസ് ഇപ്പോഴും സിമിലർ ആണെങ്കിലും കുറേയേറെ റൈഡർ എയ്ഡ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ബ്രേക്കിംഗ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, നമുക്ക് കാർബറേറ്റർ മാറ്റി ഫ്യൂൽ ഇഞ്ചക്ഷൻ വന്നിട്ടുണ്ട്, എന്നിങ്ങനെ കുറേയേറെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും ഈ ഒരു ഹീറോ സ്പ്ലെൻഡർ പ്ലസ് എക്സ്ടെക്കിനെ പരിചയപ്പെടാം. എപ്പോഴത്തെ പോലെയും പെയിൻറ്റ് സ്കീമിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. കാണാമല്ലോ, ഒരു ബ്ലാക്ക് കളർ ഗ്ലോസി ബ്ലാക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ബ്ലൂ കളർ സ്റ്റിക്കറിങ്ങും വരുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ വേറെ 11 കളർ പെയിൻറ്റ് വേരിയൻസ് അവൈലബിൾ ആണ് നമുക്ക് ഈ ഒരു ഹീറോ സ്പ്ലെൻഡറിലോട്ട്. പെയിൻറ്റ് ക്വാളിറ്റി ഹീറോയുടെ ക്വാളിറ്റി തന്നെയാണ്, അത്യാവശ്യം ഡീസൻറ്റ് ക്വാളിറ്റിയൊക്കെ കിട്ടുന്നുണ്ട്. നെഗറ്റീവ് പറയാനായിട്ടൊന്നും ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഫ്രണ്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഹെഡ് സെക്ഷൻ ഇപ്പോഴും സിമിലർ ആണ്, പക്ഷേ പുതുതായിട്ട് ഒരു LED DRL വരുന്നുണ്ട്. പിന്നെ ലൈറ്റിങ്ങിലോട്ട് നോക്കുമ്പോൾ ഇതിലിപ്പോൾ കറൻ്റ്ലി ഹാലജൻ ബൾബ്സ് തന്നെയാണ്, പക്ഷേ LED ഹെഡ്ലൈറ്റ്സ് വരുന്ന ഒരു വേരിയൻറ്റും ഇൻട്രൊഡ്യൂസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്ന എന്തായാലും ഹാലജൻ ബൾബ്സ് ആണ്. അതേപോലെ തന്നെ ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ് വരുന്നത്. ഞാൻ പറയുന്നതിനെക്കാട്ടി ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിക്കാം. കാണാമല്ലോ, ഹാലജനായാലും അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ട് ഈ ഒരു വെയിലത്തും മിന്നി നിൽക്കുന്ന ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. പിന്നെ റിയർ സൈഡ് നമുക്ക് ആ പഴയ ഒരു ടെയിൽ ലൈറ്റ്സ് തന്നെയാണ് ഇപ്പോഴും വരുന്നത്. പിന്നെ ബൈക്കിലോട്ട് കയറുന്നതിന് ഇതിൻ്റെ സീറ്റ്സിലോട്ട് നോക്കുമ്പോൾ കാണാമല്ലോ, അത്യാവശ്യം നല്ല ലെങ്തിയർ ആയിട്ടുള്ള സീറ്റ്സാണ്, അത്യാവശ്യം വൈഡറുമാണ്. അത്രമാത്രം സ്പോഞ്ചിനെസ് ഒന്നുമില്ല, പക്ഷേ ഒരു പ്രോപ്പർ കമ്മ്യൂട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള കംഫർട്ടൊക്കെ നമുക്ക് ഈ ഒരു സീറ്റ്സിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ബൈക്കിലോട്ട് കയറാം. ബൈക്കിലോട്ട് കയറുമ്പോൾ തന്നെ ആദ്യം ഇതിൻ്റെ സീറ്റായിട്ട് വരുന്നത് 785 മില്ലിമീറ്ററാണ്. 5 foot 8 ആണ് ഞാൻ. എനിക്ക് രണ്ട് സൈഡും പക്ക പ്ലാനറ്റ് ഫുട്ട് ഉണ്ട്. അതേപോലെ തന്നെ എൻ്റെ വെയിറ്റും വളരെയധികം മാനേജബിളാണ്. വെറും 112 കിലോഗ്രാമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ബിഗിനർ വന്നാൽ പോലും എളുപ്പത്തിൽ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഹാൻഡിൽ ബാർ സ്വിച്ച് നോക്കുമ്പോൾ ലൈറ്റ് ഫംഗ്ഷൻ, ഡിം, ബ്രൈറ്റ് എല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്ത് സിംഗിൾ സ്വിച്ചാണ്. ഹസാർഡിന് വേണ്ടി ഒരു സ്വിച്ച് ഉണ്ട്, ഇൻഡിക്കേറ്റേഴ്സ്, ഹോൺ. റൈറ്റ് സൈഡിൽ ഹീറോയുടെ i3s ഫംഗ്ഷനുണ്ട്. പിന്നെ കിൽ സ്വിച്ച്, വളരെ ബേസിക് ആയിട്ടുള്ള സ്വിച്ചസ് ആണ്. പിന്നെ നമുക്ക് മീറ്റർ കൺസോളിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. അത് നോക്കുമ്പോൾ നമുക്ക് കീസ് നോക്കാം അല്ലേ. ഇതാണ് ഹീറോയുടെ കീസ് വരുന്നത്. ആ ഒരു ഹീറോയുടെ ലോഗോയുടെ എൻഗ്രേവിങ് വരുന്നുണ്ട്. തൊട്ടിപ്പുറത്ത് ഹീറോ എന്ന് എഴുതിയിട്ടുണ്ട്. കൊള്ളാം. ബേസിക് കീയാണ് ഒരു കമ്പ്യൂട്ടറിന്, ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള ബൈക്കിന് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള കീ എന്ന് പറയാം. പിന്നെ നമുക്ക് മീറ്റർ കൺസോൾ ഓൺ ചെയ്യാം. അതെ, നമുക്ക് അനലോഗ് മീറ്റർ കൺസോൾ മാറി ഇപ്പോൾ പ്യുവർലി ഡിജിറ്റൽ മീറ്റർ കൺസോൾ ആയിട്ടുണ്ട്. ഹലോ മൈ ഹീറോ എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. ഒരു വലിയ സ്പീഡോ മീറ്റർ, ഫ്യൂൽ ഇൻഡിക്കേഷൻ, പിന്നെ നമുക്ക് ഇവിടെ ട്രിപ്പ് A വരുന്നുണ്ട്. ഈ ഒരു മോഡ് ബട്ടൺ പ്രസ് ചെയ്താൽ ട്രിപ്പ് B, പിന്നെ ഓഡോമീറ്റർ, അതൊക്കെ തന്നെയാണ് ബേസിക് ആയിട്ടുള്ളതാണ്. പിന്നെ സൈഡിലായിട്ട് വാർണിങ്സും വരുന്നുണ്ട്. പിന്നെ ഇത് ബ്ലൂടൂത്ത് കോമ്പാക്റ്റബിൾ ആണ്. ടേൺ ബൈ ടേൺ നാവിഗേഷൻ ഇല്ല, പക്ഷേ നമുക്ക് കോൾ അലേർട്ട്സും മ്യൂസിക് കൺട്രോൾസും ഒക്കെ മാനേജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു Type A ചാർജിങ് പോർട്ട് തരുന്നുണ്ട്. ഓൺ ദ ഗോ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ യൂസ്ഫുൾ ആവും. അതൊക്കെ തന്നെയാണ്, വളരെ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്. എന്നാൽ വേണ്ട എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഹീറോയുടെ ലെജൻഡറി എഞ്ചിനെ പറ്റി പറയാം അല്ലേ. ഇതിൽ വരുന്നത് ഒരു 97.2 cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. ഈ എഞ്ചിനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? ഒരു ബ്രൂട്ടൽ എഞ്ചിനാണ്. ബ്രൂട്ടൽ എന്ന് പറയുമ്പോൾ ഇതിനെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ വളരെയധികം അന്യായമാണ്. ഇതിൻ്റെ ഒരു പവർ ഫിഗേഴ്സ് ഒരു 8 bhpയും ഒരു 8 Nm ഓഫ് ടോർക്കും വെച്ച് ഇതിൽ ചെയ്യുന്ന കാര്യങ്ങൾ, ആൾക്കാർ ഇതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചിന്തയ്ക്കും അപ്പുറമാണ് കേട്ടോ. പിന്നെ ഇതിനെ പിടിച്ചു നിർത്താനുള്ള ബ്രേക്കിംഗ് വേണമല്ലോ, ഡെഫിനറ്റ്ലി തരുന്നുണ്ട്. ഇത്തവണ നമുക്ക് ഒരു 240 mm ഡിസ്ക് റൂട്ടേഴ്സാണ്. എൻഡ്യൂറൻസിൻ്റെ 2 piston കാലിപ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ബ്രേക്കിംഗ് അത്യാവശ്യം നല്ല ബൈറ്റ് ഉണ്ട്. കറണ്ട് മോഡലിൽ ഇപ്പോൾ ABS ഒന്നും വരുന്നില്ല, പക്ഷേ ഇനി വരാൻ പോകുന്ന മോഡലിൽ ഡെഫിനറ്റ്ലി ഒരു ABS കൂടെ കൊണ്ടുവരുമ്പോൾ സേഫ്റ്റി വൈസും കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ട്. റിയർ സൈഡ് നമുക്കിപ്പോഴും സിമിലർ 130 mm ഡ്രം ബ്രേക്കിംഗ് സെറ്റപ്പാണ്. ബ്രേക്കിംഗ് ഒക്കെ പക്കയാണ്. ഈ ഒരു ബൈക്കിനെ പിടിച്ചു നിർത്താനുള്ള ബ്രേക്കിംഗ് എല്ലാം തന്നെ ഹീറോ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പഴയ കാർബറേറ്റർ മോഡലൊക്കെ മാറി ഇതിപ്പോൾ നമുക്ക് ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേ ഒരു 1997 ആണ് പഴയ സ്പ്ലെൻഡർ പോകുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും കാണുന്നില്ലേ, പ്രോപ്പർലി റണ്ണിങ് ആണ്. അതാണ് ഇതിൻ്റെ ഒരു എൻജിൻ റിലയബിലിറ്റിയെ കാര്യം. പറഞ്ഞതിനെക്കാട്ടി നിങ്ങൾക്ക് തന്നെ നേരിട്ട് കാണാമല്ലോ, ദോ പോകുന്നു. ആൻഡ് ടയേഴ്സിൻ്റെ കാര്യം നോക്കുമ്പോൾ നമുക്ക് സിയറ്റിൻ്റെ ടയേഴ്സാണ്. സിയറ്റ് സെക്യൂറ സൂം F എന്ന് പറയുന്ന ടയേഴ്സാണ്. അതെ, സൂം F എന്ന് പറയുന്ന ടയേഴ്സാണ്. നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും 80 സെക്ഷൻ്റെ ടയേഴ്സാണ്. 18 ഇഞ്ചിൻ്റെ അലോയ് വീൽസാണ് വരുന്നത്. പഴയ സ്പോക്ക് വീൽസൊക്കെ മാറി ഇപ്പോൾ
നല്ല ഡിസൈനൊക്കെയുള്ള സ്പോക്ക് വീൽസൊക്കെയാണ് നമുക്ക് ഈ ഒരു സ്പ്ലെൻഡർ പ്ലസ് തരുന്നത്. പക്ഷേ ഫ്യൂൽ ഇഞ്ചക്ഷനൊക്കെ വന്നിട്ടും ഇപ്പോഴും നമുക്ക് ആ കിക്ക് സ്റ്റാർട്ടർ ഫെസിലിറ്റിയൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇനി അഥവാ ബാറ്ററി എങ്ങാനും ഡൗൺ ആയി കഴിഞ്ഞാലും കിക്ക് സ്റ്റാർട്ടൊക്കെ ചെയ്ത് എടുത്തുകൊണ്ട് പോകാൻ സാധിക്കും കേട്ടോ. പിന്നെ പറയാനായിട്ടാണെങ്കിൽ കുറേയേറെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. നമ്മുടെ കാർബറേറ്റർ മാറി ഇപ്പോൾ ഫ്യൂൽ ഇഞ്ചക്ഷനാണ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി മൈലേജ് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുന്നുണ്ട്. ഓൾറെഡി മൈലേജിൻ്റെ കാര്യത്തിൽ അങ്ങേറ്റത്താണ്, ഇപ്പോൾ കുറേ കൂടി ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഹീറോ സ്പ്ലെൻഡർ പ്ലസ്. പിന്നെ സസ്പെൻഷൻ നോക്കുമ്പോൾ ഫ്രണ്ടിൽ ടെലസ്കോപ്പിക് ഹൈഡ്രോളിക് സസ്പെൻഷനാണ്. അത്യാവശ്യം നല്ല കംഫർട്ടബിളായിട്ട് ഓടിച്ച് നടക്കാൻ സാധിക്കുന്നുണ്ട്. റിയർ സൈഡ് നമുക്ക് സ്പ്രിംഗ് ടൈപ്പ് ആയിട്ടുള്ള 5 സ്റ്റേജ് പ്രീലോഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന സസ്പെൻഷനാണ്. കംഫർട്ടബിളാണ്. അത്യാവശ്യം പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെയൊക്കെ ഓടിച്ച ടൈമും അത്യാവശ്യം നല്ല കംഫർട്ടബിളായിട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരു 165 മില്ലിമീറ്ററാണ്. അടി തെറ്റുന്ന കാര്യങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുവരെ എന്തായാലും അടിയൊന്നും തട്ടിയിട്ടില്ല. പിന്നെ നമുക്ക് എന്തായാലും വിട്ടുപോയിട്ടുണ്ടോ ഫ്യൂൽ ടാങ്ക് കൂടെ പറയാം. നമുക്കൊരു 9.8 ലിറ്ററിൻ്റെ ഫ്യൂൽ ടാങ്കാണ്. ടാങ്ക് റേഞ്ചും കാര്യങ്ങളൊക്കെ നമുക്ക് ഓടിക്കുന്ന ടൈം എന്തായാലും പറയാം. അപ്പോൾ ഒരു റൗണ്ട് പോകുന്നതിന് മുന്നേ ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് കൂടെ ഒന്ന് കേൾപ്പിച്ച് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഷോർട്ട് റൈഡ് പോകാം അല്ലേ. പിന്നെ കാണാമല്ലോ അത്യാവശ്യം നല്ല സ്റ്റേഡി ആയിട്ടുള്ള ഗ്രാബ് റെയിലും തരുന്നുണ്ട് കേട്ടോ, പില്ലിന് പിടിച്ചിരിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ഹൈവേസിലോട് എത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ നല്ലൊരു ഓപ്പൺ റോഡുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു 0 to 60 ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാം അല്ലേ. ഓക്കെ, ഒരു സ്പെസിഫിക് RPM കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് എൻജിൻ പുള്ളി ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചെറിയൊരു കയറ്റമുണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ ഒരു സ്പീഡ് കയറുന്നതിൽ ചെറിയൊരു ചേഞ്ച് വരും. 81, 82, 83, ഒരു 90 വരെ. 86 ലോക്കായോ? ഇല്ല, 87. ഓക്കെ, 85 വരെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റുന്നുണ്ട്. 85 വരെ അല്ലേ, 80 വരെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റുന്നുണ്ട്. 80 ഒക്കെ കഴിയുമ്പോൾ കുറച്ചൊന്ന് സാച്ചുറേറ്റഡ് ആവുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതൊരു ടോപ്പ് സ്പീഡിന് വേണ്ടിയിട്ടുള്ള ഒരു ബൈക്കും അല്ല, ഇതൊരു പക്കാ കമ്മ്യൂട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇവൻ്റെ പ്രധാന മൈലേജ് തന്നെയാണ്. അത് മൈലേജിൻ്റെ കാര്യത്തിൽ ഇവനെ തോപ്പിക്കാൻ വേറെ ആരും തന്നെ ഇല്ല. ഇതിൻ്റെ മൈലേജ് ഫിഗേഴ്സ് പറയുമ്പോൾ സിറ്റിയിൽ നമുക്ക് ആവറേജ് ഒരു 75 km/ലിറ്ററും ഹൈവേസിലോട്ട് വരുമ്പോൾ ഓൾമോസ്റ്റ് 85 km/ലിറ്റർ വരെ നമുക്ക് ഒപ്പിക്കാൻ സാധിക്കും ഈ ഒരു ബൈക്കിൽ നിന്ന്. ഹീറോ ക്ലെയിം ചെയ്യുന്നത് ഒരു 92 km/ലിറ്ററാണ്. അതൊക്കെ അന്യായ ഫിഗേഴ്സാണ് ഹൈവേസിലോട്ട് വരുമ്പോൾ. ഹൈവേസിൽ വേണ്ടി ഓടിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു ബൈക്കും വേണ്ടി വരില്ല. പിന്നെ ഇതിൻ്റെ സ്പീഡ്സ് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും മൈലേജ് വരുമ്പോൾ തന്നെ. പിന്നെ ബ്രേക്കിംഗ് പറയാനാണെങ്കിൽ ബ്രേക്കിംഗ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. റം ബ്രേക്സിൽ നിന്ന് ഇപ്പോൾ ഡിസ്ക് ബ്രേക്സ് വരുന്നുണ്ട്. ബ്രേക്കിംഗ് കൂടെ ഒന്ന് കാണിച്ചു തരാം അല്ലേ. ഇപ്പോൾ ബാക്കിലധികം വണ്ടികളൊന്നുമില്ല. ഇൻഡിക്കേഴ്സ് ഇട്ടിട്ടുണ്ട്. നമുക്കൊരു 45 ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ABS ഇല്ല, എന്നാൽ കൂടി ടയർ ലോക്ക് ആവാതെ എടുക്കാൻ സാധിച്ചു. ഒരു ഗിയർ പോസ്റ്റിന് ഇൻഡിക്കേറ്റർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ. അത്രയും വലിയ സ്പീഡോമീറ്റർ കൊടുക്കുന്നതിന് വരെ ഒരു ഗിയർ പോസ്റ്റിന് ഇൻഡിക്കേറ്റർ ആകെ കൂടി 4 ഗിയറേ ഉള്ളൂ, എന്നാലും ഉണ്ടായിരുന്നാലും കൊള്ളായനെ. പിന്നെ മീറ്റർ കൺസോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നല്ല പൊരി വെയിലാണ്, എന്നാൽ പോലും നല്ല കിടിലമായിട്ട് വിസിബിൾ ആയിട്ടുള്ള മീറ്റർ കൺസോളാണ്. പിന്നെ ക്ലച്ച് ആൻഡ് ഗിയർ ബോക്സ് സൈഡാണെങ്കിൽ ക്ലച്ച് അത്യാവശ്യം നല്ല ലൈറ്ററാണ്, ഒരു കൈവേദനയും വരത്തില്ല എത്ര ട്രാഫിക്കിൽ ഓടിച്ചാലും. പിന്നെ ഗിയർ ബോക്സ് പക്ക ക്രിസ്പാണ്, ഫോൾസ് ന്യൂട്രൽ അങ്ങനത്തെ പരിപാടി എന്താണെന്ന് പോലും അറിയത്തില്ല, പാവ മെഷീനാണ്. പിന്നെ ഹാൻഡ്ലിംഗ് കാര്യം പറയുകയാണെങ്കിൽ 112 കിലോഗ്രാമേ ഉള്ളൂ. ട്രാഫിക്കിലൂടെയൊക്കെ ഫിൽറ്റർ ചെയ്ത് പോകാൻ ഇതിനെക്കാട്ടി നല്ലൊരു മോട്ടോർ സൈക്കിൾ ഹീറോയുടെ സൈഡിൽ നിന്നുണ്ടാകുന്ന സംശയമാണ്. അത്രമാത്രം ഈസിയായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇത്രമാത്രം വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെ ഹൈവേസിലോട്ട് വരുന്ന ടൈം, ലോറിയെ ക്രോസ് ചെയ്യുന്ന ടൈം, ചില ടൈം ഹാൻഡ്ലിങ് ചെറിയൊരു വോബ്ലിംഗ് വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ തന്നെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ഷൈൻ, അതായത് 99 കിലോഗ്രാം മാത്രമായിട്ടുള്ള ഷൈൻ്റെ അത്രമാത്രം വോബ്ലിംഗ് ഇല്ല, എന്നാൽ കൂടി ചെറിയൊരു വോബ്ലിംഗ് ഉണ്ട്. പിന്നെ ടയേഴ്സിൻ്റെ ഗ്രിപ്പൊക്കെ പറയാനാണെങ്കിൽ ടയേഴ്സൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പഴയ ടയേഴ്സിൽ നിന്നൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് ഇപ്പോൾ C8 ടയേഴ്സാണ്, കുറച്ചുകൂടി നല്ലൊരു റോഡ് ഗ്രിപ്പുണ്ട്. പിന്നെ ഇതാണ് ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് സെല്ലിങ്. അതിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല, അതാ പോകുന്നു അടുത്ത സ്പ്ലെൻഡർ. ഇന്നിപ്പോൾ ഈ ഒരു റൈഡിൽ തന്നെ മാക്സിമം നമ്മളൊരു 4 to 5 സ്പ്ലെൻഡർ എങ്ങനെ പോയാലും കാണാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ പറയാനാണെങ്കിൽ ഞാനും ബൈക്ക് ഓടിച്ച് പഠിച്ചതും ഇതാ ഈ ഒരു സ്പ്ലെൻഡറിൽ നിന്നാണ്. ഇപ്പോൾ അടുത്ത സ്പ്ലെൻഡർ. ഇപ്പോൾ നമ്മൾ ഈ ഒരു റൈഡ് കംപ്ലീറ്റ് ചെയ്ത് മുന്നേ എങ്ങനെ പോയാലും ഒരു 10 to 20 സ്പ്ലെൻഡർ റോഡിൽ തന്നെ കാണാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് സ്പ്ലെൻഡർ, ഞാൻ ഓടിച്ച് പഠിച്ചത് സ്പ്ലെൻഡറിൽ നിന്നാണ്. എൻജിൻ ബ്രേക്കിംഗ് പരിപാടിയെല്ലാം പഴയ 2001 സ്പ്ലെൻഡറിലാണ് ഞാൻ പഠിച്ചത്. ഇപ്പോഴും അതേ ആ ഒരു
ഫീൽ നമുക്ക് ഈ ബൈക്ക് ഓടിക്കുന്ന ടൈമിൽ കിട്ടുന്നുണ്ട്. ഭയങ്കര വലിയ ടോപ്പ് സ്പീഡൊന്നുമില്ല, പക്ഷേ ഈ ഒരു ബൈക്ക് തരുന്ന മെമ്മറീസ് വളരെ ഡിഫറെൻ്റ് ആണ് കേട്ടോ ബാക്കിയുള്ള ബൈക്സ് കമ്പയർ ചെയ്യുമ്പോൾ. അതോ അടുത്ത സ്പ്ലെൻഡർ അവിടെ പോകുന്നുണ്ട്. ഇപ്പോൾ തന്നെ 3 സ്പ്ലെൻഡർ നമ്മുടെ റോഡിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസൊക്കെ പറയുന്ന ടൈം ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ ട്രിവാൻഡ്രത്ത് വരുന്നത് 1,07,000 രൂപയുടെ ഒരു ഓൺ റോഡ് പ്രൈസാണ്. ഞാൻ എന്തായാലും നമ്മുടെ ഹീറോ പ്രീമിയം അവിടെ നിന്നാണ് ഈ ഒരു ബൈക്ക് എടുത്തിരിക്കുന്നത്. അവരുടെ തന്നെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസ് എന്തായാലും ഡിസ്ക്രിപ്ഷനിലും ഇവിടെയും കൊടുത്തേക്കാം. ഈ ബൈക്കിൻ്റെ ഹീറോയുടെ ഏതൊരു ബൈക്കിൻ്റെ ആയാലും അവരുടെ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതും അടുത്ത സ്പ്ലെൻഡർ പോകുന്നുണ്ടല്ലേ. ഇപ്പോൾ തന്നെ 4 സ്പ്ലെൻഡർ ആയിട്ടുണ്ട്. അതാ പറഞ്ഞ സ്പ്ലെൻഡർ മയമാണ് നമ്മുടെ ഈ റോഡിൽ കാണുന്നത്. വേറെ ഒന്നും കണ്ടല്ല ഇത്രമാത്രം സ്പ്ലെൻഡർ നമ്മുടെ റോഡിൽ കാണുന്നത്. ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി അല്ല ദി മോസ്റ്റ് സെല്ലിംഗ് ബൈക്കാണ് നമ്മുടെ ഹീറോയുടെ സ്പ്ലെൻഡർ. കഴിഞ്ഞ ജാനുവരി ഒക്ടോബറിൻ്റെ ഇടയ്ക്ക് ക്ലോസ് ടു 3 lakh യൂണിറ്റ്സ് ആണ് നമ്മുടെ ഇന്ത്യയിൽ മാത്രം സെയിലാക്കിയിരുന്നത്. ഇതാ പോകുന്ന അടുത്ത സ്പ്ലെൻഡർ. ഇന്ന് ഞാൻ എന്തായാലും കൗണ്ട് ചെയ്യില്ല, നിങ്ങൾ എന്നെ വേണമെങ്കിൽ കൗണ്ട് ചെയ്താൽ മതി. കാരണം കൗണ്ട് ചെയ്യാനാണെങ്കിൽ കുറേയേറെ കാണുന്നുണ്ട്. പിന്നെ ബ്രേക്കിംഗ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഡിസ്ക് ബ്രേക്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി നന്നായിട്ട് ബ്രേക്ക് പിടിച്ചു നിർത്താൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ABS ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. മേ ബി ഇതിൻ്റെ ഒരു നെക്സ്റ്റ് അപ്ഡേഷനായിട്ട് ABS, പിന്നെ നമുക്ക് ഇപ്പോൾ തന്നെ അവരുടെ 125 എക്സ്ട്രീമിലും ഗ്ലാമറിലും ഒക്കെ റൈഡ് ബൈ ടെക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതും നമ്മുടെ ഓൾറെഡി ഇതിലോട്ട് കൊണ്ടുവരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ റൈഡിംഗ് മോഡ് അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ കൊണ്ടുവരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് നെക്സ്റ്റ് അപ്ഡേഷനിലൂടെ. പിന്നെ ഇതിൻ്റെ ഒരു ടാങ്ക് റേഞ്ച് അതൊക്കെ നമ്മളെ ഞെട്ടിക്കുന്നതാണ്. ഇതിൻ്റെ ടാങ്ക് റേഞ്ച് വരുന്നത് ഇപ്പോൾ 9.8 ലിറ്ററാണ്. ആവറേജ് നമുക്കൊരു 80 km/ലിറ്റർ 80 km/ലിറ്റർ വെച്ച് നോക്കിയാൽ പോലും ക്ലോസ് ടു 800 കിലോമീറ്ററാണ് ഇതിൻ്റെ ടാങ്ക് റേഞ്ച് വരുന്നത്. അന്യായമല്ലേ ഇതൊക്കെയാണ് ഇതിൻ്റെ സ്പ്ലെൻഡർ തിങ്സ് എന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആൾക്കാർ ഇതിനെ ലോർഡ് സ്പ്ലെൻഡർ എന്ന് വിളിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഫ്യൂൽ ഇഞ്ചക്ഷൻ കൂടെ വന്നുകൊണ്ട് തന്നെ ആ ഒരു പാടലൊരു കുറേ കൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പഴയ ആ കാർബറേറ്റർ മെക്കാനിസത്തിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ കുറേ കൂടി എൻജിൻ നല്ല സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നുണ്ട്. പിന്നെ കസ്റ്റമേഴ്സ് ഒരു ഇഷ്യൂ പറയുന്നുണ്ട്, എസ്പെഷ്യലി ഇതിൽ ഹാലജൻ ബൾബ്സ് വരുന്ന മോഡലാണ് ഇഷ്യൂ പറയുന്നത്. അതായത് ഹാലജൻ ബൾബ്സ് പെട്ടെന്ന് തന്നെ ഫ്യൂസായി പോകുന്ന ഒരു ഇഷ്യൂ പറയുന്നുണ്ട്. അത് മെയിൻ റീസൺ ഇത് ഓൾ ടൈം ലൈറ്റ് ഓൺ ആയിരിക്കുന്നതുകൊണ്ടാണ്. ഡൈനാമോ ഒക്കെ എപ്പോഴും റൺ ചെയ്ത് ആ ലൈറ്റിങ്ങും എപ്പോഴും കത്തി നിൽക്കുന്നതുകൊണ്ട് ആവുന്ന ഇഷ്യൂസ് വളരെ കൂടുതലാണ് ഈ ഒരു മോട്ടോർ സൈക്കിൾ. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തന്നെ ഒരു LED വേരിയൻസ് വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് എടുക്കുന്നതായിരിക്കും കുറേ കൂടി ബെറ്റർ. അതായത് നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല ലൈറ്റിങ്ങും കിട്ടും. അതുകൊണ്ട് തന്നെ ആ ഒരു ഇഷ്യൂ ആ ലൈറ്റ് ഡിമ്മായി പോകുന്ന ലൈറ്റ് ഫ്യൂസായി പോകുന്ന ഇഷ്യൂ ഒന്നും പെട്ടെന്നൊന്നും വരത്തില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൂടെ നിങ്ങൾ നോട്ടീസ് ചെയ്യാറുണ്ട്. പിന്നെ ഇതൊരു ഹൈവേ ക്രൂസിംഗ് അല്ല, ഒരു പെർഫെക്റ്റ് കമ്മ്യൂട്ടിങ്ങിനാണ്, സിറ്റി റൈഡ്സിനാണ് യൂസ് ചെയ്യുന്നത്. ഹൈവേസിലോട്ട് വരുന്ന ടൈം ആയാൽ പോലും 75 km/h സ്പീഡൊക്കെ നമുക്ക് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാം. പിന്നെ വൈബ്രേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ ചെറിയൊരു ബസ്സിങ് ഫീലുണ്ട്. ഹാൻഡിൽ ബാസിലും ലിവേഴ്സിലും. ഫുഡ് പെക്സിലൊന്നും അങ്ങനെ മാത്രം വൈബ്രേഷനൊന്നുമില്ല. നല്ല ക്ലീൻ ആയിട്ട് ഓടിച്ച് പോകാൻ സാധിക്കുന്നുണ്ട്, നല്ല കംഫർട്ടബിളായിട്ട് ഓടിച്ച് പോകാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ലോർഡ് സ്പ്ലെൻഡറിൻ്റെ വീഡിയോ എന്നൊക്കെ പറയാനായിട്ട്. ഞാൻ വേണ്ട ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഞാൻ അവിടെ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പ്രോപ്പർ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.